അതെ അമ്മാവാ, നിങ്ങളുടെ അനന്തരവൻ എപ്പോ വരും? സോറി കോച്ചി അങ്കിൾ, എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഹോയ് ഹോയ്. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. നിങ്ങളുടെ കളികളും കൈയടികളും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഖോജിയുടെ ബുദ്ധിയെയും അനന്തരവന്റെ കഴിവിനെയും തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. നിങ്ങൾ ആ മെഷീൻ കണ്ടില്ലേ? ഞാൻ ഈ മെഷീൻ വെച്ച് നമ്മുടെ അനന്തരവന് വേണ്ടി ഒരു കിടിലൻ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ശരീരമൊക്കെ ഇരുമ്പ് പോലെ ബലമുള്ളതാകും. ഇന്നാ പിടിച്ചോ, ഈ ക്യാപ്സ്യൂൾ അങ്ങോട്ട് കഴിക്കേ. പക്ഷേ ഈ മരുന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാനുണ്ട്. കാരണം ഈ ക്യാപ്സ്യൂളിന്റെ പവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീർന്നു പോകും. എന്നിട്ട് നീ പഴയതുപോലെ ആവുകയും ചെയ്യും. ഇത് എന്തൊക്കെയാ ഉപയോഗിച്ചാ ഉണ്ടാക്കിയിരിക്കുന്നേ? ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 10 കിലോ സ്വർണം, 20 കിലോ വെള്ളി, 5 കിലോ ഡയമണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ മെഷീനകത്തേക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ഒരു കിടിലൻ ക്യാപ്സ്യൂൾ ഉണ്ടായി പുറത്തേക്ക് വന്നേ. ഒന്ന് സൂക്ഷിച്ച്. അയ്യോ, ക്യാപ്സ്യൂളിന്റെ പവർ കുറച്ച് കൂടി പോയെന്നാ തോന്നുന്നേ. എന്റെ അനന്തരവൻ ഇരുമ്പ് പോലെ ഭയങ്കര ബലമുള്ളതായല്ലോ. ഭാരം അതൊക്കെ ഞാൻ എപ്പോഴേ പൊക്കി. ബൈ ബൈ. എടാ പൊന്നുമോനെ, എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാതറോ. എന്നെയും കൂടെ കൊണ്ടുപോ. എടാ മോനെ, നീ എന്തായി ചെയ്യുന്നേ? ഒന്ന് നിക്കടാ. എടാ പോലെ പറയുന്നേക്ക്. അനന്തരവാ, ഒന്ന് നിക്കടാ. എന്റെ പൊന്നുമോനെ, നീ എന്തായി ചെയ്യുന്ന? എന്നെ താഴെ ഇടുവോ? എടാ എടാ എടാ, അയ്യോ ഇത് കണ്ടോ? അയ്യോ ഞാൻ ചത്തേ. ഭാഗ്യം, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ല അമ്മേ. എടാ പൊട്ടം കാണാരാ, ഒന്ന് ബ്രേക്ക് ചവിട്ടാ. എന്തുട്ടാണിത്? ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ പുതിയൊരു സ്റ്റൈൽ അല്ലയോ? ഒന്ന് നിർത്തുണ്ടോ കൊച്ചക്ക, എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിടണ്ടോ? ഓ പോലീസ് മാഡം, മാഡം ഇവിടെ വന്നത് ഇപ്പം നന്നായി. ജോഗാവർ മോഷണം നടത്തി ഓടി. അവനെ പിടിക്കോ? ഇവരെ ഇന്ന് ഞാൻ എടാ എടാ, നീ ചെവിയിൽ നുള്ളിക്കട്ടോ, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അയ്യേടാ ബഹദൂറേ, എന്റെ മേക്കപ്പ് പോയിട്ടാ. ഇപ്പൊ ശരിയായിട്ടാ. വിടുവിക്കരുത്. ബൈ ബൈ. മാഡം ദേ അവൻ മുങ്ങി. റോസി, ഈ അനന്തരവൻ ഒടുക്കത്തെ പവറാണല്ലോ. നീ ഒന്ന് സ്പീഡിൽ പോ, അല്ലെങ്കിൽ ഈ ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജോഗാവർ ജയിലിൽ പോകേണ്ടി വരും. എന്റെ എഞ്ചിനിൽ ഒരു ഐഡിയ തൂങ്ങിക്കിടപ്പുണ്ട്, പറയട്ടെ? വേഗം വിട്ടോ. ജോഗാവർ, ആ ട്രക്കിനകത്തൊരു സിംഹമുണ്ട്, അതിനെ അഴിച്ചു വിട്ടാലേ അവൻ പേടിച്ചോളൂന്നേ. ഓ, ഒടുക്കത്തെ ഐഡിയ. ഇപ്പൊ ചെയ്യാം.
ഈ ചൂടുകാറ്റ് ഇപ്പൊ ഇത് എവിടുന്നാ വരുന്നത്? അത് പുറകിലിരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് വരുന്നതൊന്ന് പുറകോട്ട് നോക്കിക്കേ. ഓക്കേ. അയ്യോ. ഇറങ്ങി ഇറങ്ങി, നീ സർക്കസിലെ ബൈക്കൊന്നുമല്ല. നിനക്കിതിലിരിക്കാൻ പറ്റില്ല. നീ ഇറങ്ങി പോ. പോടാ. ആ ജോഗവറിനെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. പക്ഷെങ്കിൽ ഇപ്പൊ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? പോലീസ് മാഡം, അമ്മാവാ, നിങ്ങളിത് എവിടെ പോയി? എടാ കൊച്ചക്ക, ദേ ഞങ്ങളിവിടെ മണ്ടയില് തൂങ്ങിക്കിടക്കണ്ട. ഒന്ന് പിടിച്ച് താഴേക്ക് ഇറക്കടാ. കൊച്ചക്ക, നീ പോലീസ് സ്റ്റേഷന്റെ കൂര പൊളിച്ച് ഞങ്ങളെ കുത്തിക്കേറ്റില്ലടാ. സോറി സോറി, ആക്ച്വലി പോലീസ് മാഡം, ജോഗാവർ എന്തായാലും മെഷീന് മോഷ്ടിച്ചു. പക്ഷെ അത് വെച്ച് ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ അയാൾക്ക് 10 കിലോ സ്വർണം, 20 കിലോ വെള്ളിയും 5 കിലോ ഡയമണ്ടും വേണം. അതുകൊണ്ട് അയാൾ എന്തായാലും മോഷ്ടിക്കാൻ വരും. പക്ഷെ ഇത്രയും സാധനം ഏതെങ്കിലും വലിയ ജ്വല്ലറിയിലേ കിട്ടൂ. ആ വലിയ ജ്വല്ലറി ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്തുട്ടാ കൊച്ചേർക്ക, നിനക്ക് എങ്ങനെയാടാ ഈ കുഞ്ഞു വയസ്സിൽ ഇത്രയും ബുദ്ധി ഉണ്ടായത്? മേടും എടുക്കണ. ആ ബഹദൂറെ, നീ വണ്ടി എടുക്കട്ടാ. എന്തുട്ടണ്ട വണ്ടി എടുക്കാൻ പറഞ്ഞ നീ വായും പൊളിച്ച് നിക്കാണാ. ഇപ്പൊ എടുക്കാം. ഈ ലോക്ക് പൊട്ടുന്നേ ഇല്ലല്ലോ. എത്ര നേരമായി? ഇനി എന്താ ചെയ്യാ? അതെ ജോഗാവർ, ആ അയൺ ചെറുക്കൻ വരുന്നുണ്ട്. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ മാറി നിന്നോ. ഓക്കേ, പിടിക്കാം. ദേ ഞാൻ വന്നു. എല്ലായിടത്തോണ്ട് പോയേക്കാം. ഇതെന്റെയാ. ഇതും എന്റെ തന്നെയാ. ഇത് എന്റെയാ. വിട്ടോ റോസി, നമ്മുടെ പണി കഴിഞ്ഞു. എന്നെ ഒന്ന് പുറത്തെടുക്കണേ. അനന്തരവാ, എടാ പൊന്നുമോനെ, എവിടാടാ നീ? രക്ഷിക്കടാ. ആരാണത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇറങ്ങി പോടെ. വിട്ടോ റോസി. അവരെ വിടരുതിട്ടോ, പുറകെ വിട്ടോ. എന്തുട്ടാണ്ടാ ബഹദൂറെ കാണിക്കുന്നത്? നീ മര്യാദക്ക് വണ്ടി ഓടിക്കണ്ട. നിന്നെ കൊണ്ട് ഞാൻ തോറ്റിട്ടോ. എന്റെ മേക്കപ്പ് നീ നശിപ്പിച്ചിരിക്കാണ്. നോക്കട്ടെ. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട പോലീസ് മാഡം. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാമെന്നേ. ഐഡിയ. ബൈ അനന്തരവാ. ഐഡിയ. ആരത്?
ഈ അനന്തരവൻ ക്ഷണിക്കപ്പെടാത്ത അതിഥി പോലെ പിന്നാലെ വരികയാണല്ലോ. ഇവനുള്ള പണി ഞാൻ ഇപ്പൊ കൊടുത്തേക്കാം. പിടിക്കാ. എന്തുട്ടായി കാണിക്കുന്നത്? എട കള്ളക്കണര, നീ കൊറേ ആയാലും എന്നിട്ട് വട്ടം കറക്കിക്കണു. നിന്നെ ഞാൻ വെറുതെ വിടില്ലേട്ടാ. എടാ അനന്തരവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാമ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കേ അല്ലേ മാമ? അതെ, പെർഫെക്റ്റ്, ഓക്കേ. ഇത് കൊള്ളാലോടാ മോനെ. നീ കൈയടിച്ചപ്പോ എനിക്ക് നൊന്തില്ലല്ലോ. അത് കലക്കിയടാ. നീ പഴയതുപോലെ ആയെന്നാ എനിക്ക് തോന്നുന്നത്. ആ അതെ മാമ, ഞാൻ പഴയതുപോലെ ആയി. ഈ മരുന്നിന്റെ ശക്തി കുറച്ചു കഴിഞ്ഞാ തീർന്നു പോയെന്ന് കോജങ്ങൾ പറഞ്ഞായിരുന്നു.